വ്രതചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാന്റെ പുണ്യം നുകരാനുള്ള തിരക്കിലായിരിക്കും ഇനി വിശ്വാസികൾ. പള്ളികളിലും വീടുകളിലും നോമ്പു തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും. സഹജീവി സ്നേഹവും കാരുണ്യവും വിളിച്ചോതുന്നതാണ് റമസാൻ കാലം. ദാനധർമ്മങ്ങൾ നടത്തിയും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ റംളാൻ ആശംസകൾ. രാജ്യങ്ങളും സമൂഹവും സമുദായവും കുടുംബവും നാടും എല്ലാം നന്നാവാൻ ആദ്യം വ്യക്തി നന്നാവുകയാണ് വേണ്ടത്. വ്യക്തി ശുദ്ധീകരണം, അതിൻ്റെ മനസ്സ് സർവ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും, എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണ നോമ്പുകാലം കടുത്ത ചൂടിലാകും. ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും ഇതിനകം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് നിരീക്ഷണം. ഇതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. സി മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.